സൗദിയുടെ വിവിധ ഭാഗങ്ങളിലും വി.ഡി. സതീശന് കീഴിൽ പുതിയ UDF സർക്കാർ അധികാരമേറ്റതിന്റെ ആഘോഷത്തിലാണ് പ്രവാസികൾ. കോൺഗ്രസ് അനുകൂല സംഘടനകൾക്ക് കീഴിലാണ് പരിപാടികൾ. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ റിപ്പോർട്ട് കാണാം. നിയുക്ത മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ വരുന്ന തിങ്കളാഴ്ച അധികാരമേൽക്കാൻ പോകുന്നതിന് മുന്നോടിയായി ഗൾഫ് മേഖലയിൽ ഒന്നാകെ എന്ന പോലെ തന്നെ സൗദി അറേബ്യയിലും പ്രവാസികളും വലിയ പ്രതീക്ഷയിലാണ്. ഇന്നിപ്പോൾ സൗദി അറേബ്യയിൽ വാരാന്ത്യമാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകമാണ് ഇവിടെ ആഘോഷ പരിപാടികളെല്ലാം തന്നെ തുടങ്ങാൻ പോകുന്നത്. ഇതിന് മുന്നോടിയായിക്കൊണ്ട് റിയാദിലെ OICC എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ OICC കീഴിൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. അത് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളോടൊപ്പം OICCയുടെ നേതാക്കളുണ്ട്. അതിൻ്റെ സാരഥികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പോൾ 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പുതിയൊരു UDFന് മേൽനോട്ടത്തിലൊരു മന്ത്രിസഭ എത്താൻ പോവുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? കുറെ കാത്തിരുന്നു, കുറെ ആകാംക്ഷകൾ ഉണ്ടായിരുന്നു. എന്താണ് തോന്നുന്നത്? വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പ്രവാസി ലോകം നമ്മുടെ ഈ മന്ത്രിസഭയെ നോക്കിക്കാണുന്നത്. ഈ ചരിത്രപരമായ വിജയത്തിൽ UDFന് 102 സീറ്റ് കിട്ടിയ ഈ ഒരു വിജയത്തിൽ പ്രവാസികളുടെ പങ്ക് വളരെ വലിയതാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ തന്നെ ഒരുപാട് പ്രവാസികൾ നാട്ടിലേക്ക് പോകുകയും വളരെയധികം പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് പ്രവാസി ലോകം മുന്നോട്ട് പോകുന്നതെങ്കിലും അതൊന്നും നോക്കാതെ എല്ലാ ആളുകളും അവിടെ എത്തുകയും പിന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഇവിടെ നിന്ന് ടെലിഫോൺ കോളിലൂടെ അതുപോലെ തന്നെ മറ്റ് ലഘുലേഖ ഇറക്കിയിട്ടൊക്കെ UDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. UDFൻ്റെ ഒരു വിജയം ഉണ്ടായ അന്ന് മുതൽ തന്നെ പ്രവാസ ലോകത്തുള്ള OICC ശക്തമായിട്ടുള്ള വിജയ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. അന്ന് തന്നെ ബിഗ് സ്ക്രീനിൽ ലൈവായിട്ട് ഇലക്ഷൻ റിസൾട്ട് കാണാൻ ഇവിടെ നൂറുകണക്കിന് ആളുകൾ വന്നു കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടൊപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആളുകൾ ഇലക്ഷന്റെ ഒരു മൂഡിലേക്ക് പോകുന്നത്. അപ്പോൾ യുദ്ധത്തിലുണ്ടായ സമാനമായ അനിശ്ചിതാവസ്ഥ, പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ളൊരു സസ്പെൻസ് അവസാന നിമിഷം വരെ നിന്നിരുന്നു. ഇങ്ങനൊരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നു. എന്താണ് തീരുമാനത്തോട്? അല്ല, നമുക്കറിയാലോ ഒരു അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അത് ഒരുപാട് ചർച്ചകൾ, ഇപ്പോൾ ഡിബേറ്റ്, ഡിസിഷൻ ഇതാണല്ലോ. അപ്പോൾ അത് ഒരുപാട് ഡിസിഷൻ നടന്നു. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഹൈക്കമാൻഡ് തീരുമാനം എല്ലാ ആളുകളും, ഇപ്പോൾ വലിയ നേതാക്കളടക്കം, ഇന്നിപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞ ശക്തമായിട്ടുള്ള പിന്തുണ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രമേശ്, മറ്റുള്ള നേതാക്കൾ എല്ലാവരും ഞങ്ങൾ ബഹുമാനിക്കുന്ന നേതാക്കളാണ്. പക്ഷേ ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനത്തെ എല്ലാവരും അത് അംഗീകരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം കേരളത്തിൽ ഒരു പ്രവാസികൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ഗവൺമെന്റിനെ നോക്കിക്കണ്ടത്. ഓക്കെ, ഒരേ സന്തോഷം. നമ്മുടെ OICCയുടെ പ്രസിഡന്റ് സലീം കളക്കര